ബാഗിന് പൊട്ടാങ്ങണ്ട നേരം. ഇനിയിപ്പോൾ ഇതിന് കാശ് വേണം. എന്ത് കോലമാടാ ഇവിടെ? ഇന്ന് രാവിലെ ഞാൻ വൃത്തിയാക്കി ഇട്ടിട്ട് പോയതല്ലടാ. നിനക്കൊന്ന് വൃത്തിയാക്കി ഇട്ടൂടെ? ഇവിടെ ഞാൻ മാത്രമല്ലല്ലോ, കുറേ പേരില്ലേ, നീ പറയടാ. ഒരു ജോലിക്കും പോകാൻ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞത്. എല്ലാവരുടെ കാര്യം നോക്കി ഇവിടെ വൃത്തിയായിട്ട് അങ്ങ് ഇരിക്കും. പിന്നെ സ്വന്തം കാര്യം നോക്കുന്ന ഒരാൾ. എടാ ഇന്നലെ നീ കുടിച്ചിട്ട് വെച്ച ഗ്ലാസ് ആയത് കഴുകി വെച്ചോ. അവൻ എന്നിട്ട് എന്നോട് ഡയലോഗ് അടിക്കാൻ വന്നിരിക്കുന്നു. പോടാ. ഈ കപ്പ് നോക്കിയിരിക്കലല്ല എൻ്റെ പണി. അവിടെ 100 കൂട്ടം ജോലി ഓഫീസിൽ വേറെ ഉണ്ട്, മനസ്സിലായില്ലേ? അത് വേണ്ട ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇത് നോക്കാൻ എനിക്ക് പറ്റത്തില്ല, മനസ്സില്ല. എന്തേ ജോലി വല്ലതും വേണം, എന്നാലേ അത് മനസ്സിലാവുള്ളൂ. ടാടാടാ, ഏതോ ഒരുത്തൻ്റെ കയ്യും കാലും പിടിച്ച് നിനക്കൊരു ജോലി കിട്ടി. അവസാനം ഇപ്പോൾ ജോലി ഇല്ലാത്ത നമ്മളെ കാണുമ്പോൾ പുച്ഛിക്കൂടാ, പുച്ഛിക്കും. അതെ, ഇവിടുന്ന് പോകുന്ന മാത്രമല്ല നീ കണ്ടിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവസ്ഥ എന്താ നിനക്കറിയില്ലല്ലോ. ശവപ്പറമ്പാണ്, ശവപ്പറമ്പ്, മനസ്സിലായില്ലേ? ഇപ്പൊ മറ്റേ മാനേജറുടെ വായി കിടക്കുന്ന തരി, ക്ലയന്റിന്റെ തരി, എന്നിട്ട് മാസം കിട്ടുന്നവരും 15,000 കുണുവ. അതൊന്നും നിനക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. എടാ എനിക്ക് മനസ്സിലാവൂടാ. ഈ 15,000 കുണുവയ്ക്ക് ഏതോ ഒരുത്തൻ്റെ കീഴിൽ ഇഷ്ടമല്ലാത്തൊരു ജോലി ചെയ്ത് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കൊരു പാഷൻ ഉണ്ട്, മനസ്സിലായോ? അതിന്റെ പുറകെ എനിക്ക് പോകുന്നതിൽ ഒരു കുഴപ്പവും ഇല്ല. നിന്നോടാകെ എനിക്കൊരു ബഹുമാനം ആ ഒരു കാര്യത്തിലാണ്, മനസ്സിലായില്ലേ? ഒരു ബിയർ കുടിച്ചാലോ? നോക്കാം. 150 ബാക്കി